എൻ എ ബീച്ചിൻ്റെ 6th എഡിഷനിൽ രണ്ടാമത്തെ ചാപ്റ്ററിലെ കെയർ ഓഫ് പേഷ്യൻസിലെ 6ാമത്തെ സ്റ്റാൻഡേർഡിലെ 6 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. 5 കമ്മിറ്റ്മെൻ്റ് ആണ് ഒരു അച്ചീവ്മെൻറ്റ്. സോ നമുക്ക് ഈ രണ്ടാമത്തെ കെയർ ഓഫ് പേഷ്യൻസിൽ നമ്മളിങ്ങനെയാണ് കണ്ടത്. നമ്മളൊരു നല്ല യൂണിഫോമിലായി എമർജൻസി ആയിട്ട് ആംബുലൻസിൽ കയറി CPR വഴി നേഴ്സിംഗ് കെയറിൽ എത്തിയിരിക്കുകയാണ് അല്ലേ. ഒന്നാമത്തെ സ്റ്റാൻഡേർഡിൽ നമ്മൾ യൂണിഫോം കെയറിനെ കുറിച്ച് കണ്ടു. രണ്ടാമത്തെ സ്റ്റാൻഡേർഡിൽ നമ്മൾ എമർജൻസി എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് കണ്ടു. മൂന്നാമത്തേൽ നമ്മുടെ ആംബുലൻസ് കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് പഠിച്ചു. CPR കൊടുക്കുന്ന രീതികളെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് അല്പം നേഴ്സിംഗ് ആവാം. നേഴ്സിംഗ് കെയറിൻ്റെ കാര്യത്തിൽ നമ്മളുടെ ഹോസ്പിറ്റൽസിന് റിട്ടേൺ ഗൈഡൻസ് ഉണ്ടാവണം, എങ്ങനെയാണ് നേഴ്സിംഗ് കെയർ കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ കൃത്യമായും ആ ഗൈഡൻസ് അനുസരിച്ച് നേഴ്സസിന് കൊടുക്കേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് രീതികളിലൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ധൈര്യം അവർക്ക് കൊടുക്കണം, അവർക്കാനുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം. എമർജൻസി സാഹചര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ, കെയർ ബേസ്ഡ് ഡിസിഷൻസ് നേഴ്സിന് എടുക്കേണ്ടി വരും. ദേ ഷുഡ് ബി എംപവേർഡ് ഫോർ ദാറ്റ്. അതുപോലെ തന്നെ അവർക്ക് ആവശ്യത്തിനുള്ള എക്യുപ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ബാധ്യതയാണ്. നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ആവശ്യാനുസരണമുള്ള കെയർ അലൈൻഡ് ആയിരിക്കണം, അത് ഡോക്യുമെൻറ്റഡ് ആയിരിക്കണം. നമ്മളുടെ എംപ്ലോയീസ് അതനുസരിച്ച് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം. നല്ല കൃത്യമായ നേഴ്സിംഗ് പ്രാക്ടീസസ് നമുക്ക് ട്രെയിനിങ്ങുകളിൽ കൂടെയും മറ്റുമൊക്കെ നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം. നമ്മൾ ഒരു പേഷ്യൻറ്റിന് ഒരു നേഴ്സിനെ അസൈൻ ചെയ്യുമ്പോൾ അപ്രോപ്രിയേറ്റ് ആയിട്ടായിരിക്കണം ആ അസൈൻമെൻറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ എൻ്റയർ ഹോസ്പിറ്റലിലെ നേഴ്സിംഗ് കെയറിനെ കുറിച്ചാണ് നമ്മുടെ COP 6th സ്റ്റാൻഡേർഡ് പറയുന്നത്. നേഴ്സിംഗ് കെയർ ഈസ് പ്രൊവൈഡഡ് ടു പേഷ്യൻസ് ഇൻ ദ ഓർഗനൈസേഷൻ ഇൻ കൺസോണൻസ് വിത്ത് ക്ലിനിക്കൽ പ്രോട്ടോകോൾസ്. അത് ഡോക്യുമെൻറ്റഡ് പ്രോട്ടോകോൾസ് ഉണ്ടാവണം, അതനുസരിച്ച് അതിന് ആനുപാതികമായിട്ടായിരിക്കണം. COP 6 നമുക്ക് വിശദമായി ഈ 6ലെ 6 ഒന്ന് പരിശോധിക്കാം.